നമ്മുടെ ഇന്ത്യൻ ബേക്ക് 3-ൽ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീട് ഒരു മിലിറ്ററി ഹൗസ് ആക്കി മാറ്റുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ടട്ടംബീസ് ഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മഴ പെയ്തു ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ കാർ ഷോറൂമിലെ അവിടെ നമ്മൾ കയറിക്കാണ്. അതാ നമ്മളെ പണിസ്ഥലം അതാ നേരെ മുന്നിലാണ്. നമുക്ക് ഒന്ന് ഈ കാർ ഷോറൂമിൻ്റെ ബാക്കൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. നല്ല മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. എന്താ പാടൊക്കെ ഇത്? എന്തൊക്കെ സൗണ്ട് ഇട്ടല്ലോ. അതെന്താ വീണ സൗണ്ട്? അയ്യോ ഇതെന്താ? അതാ അയ്യോ അയ്യോ അതോ ആൾക്കാർ കൊന്നു. അയ്യോ ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. അയ്യോ എന്റെ പിന്നാലെ വരില്ല, പ്ലീസ് പ്ലീസ് പോടാ, ഞങ്ങൾ നിന്നെയും കൊല്ലും, നീ ഇത് കണ്ടു. അയ്യോ എന്നെ കാട്ടല്ലേ, ഇന്നാ പിടിച്ചോ. അയ്യോ ഓക്കെ സോറി സോറി, ഇനി ഞങ്ങൾ കാട്ടൂല. അയ്യോ പ്ലീസ്. ഇക്കൊന്നും പറ്റിട്ടില്ല. നിങ്ങളിവിടെ എന്തിനാണ് ഈ പോലീസ് നിൽക്കുന്നത്? എന്റെ ഫ്രണ്ടാണ് ഈ ഫ്രാങ്ക്ലിൻ. ഈ ഫ്രാങ്ക്ലിൻ ഇപ്പൊ മരിക്കണ്ടേനു. ഈ ആൾക്കാരെ കൊന്നു. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. എനിക്ക് ഇവിടെ ഒരു മിലിറ്ററി ഹൗസ് വേണം. നിങ്ങൾ സെറ്റാക്കോ? ഓക്കെ സാർ, നിങ്ങൾക്ക് വേണ്ടി മിലിറ്ററി ഹൗസ് നോക്കാം. നമുക്ക് ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ തന്നെ ഈ മിലിറ്ററി ഹൗസ് നോക്കാം. കാരണം അവർക്ക് നല്ല സേഫ്റ്റി ഒക്കെ വേണം. നിങ്ങളുണ്ടെങ്കിൽ അവർക്ക് സേഫ്റ്റി കിട്ടും. ഓക്കെ, എന്നാൽ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലെ നോക്കാം. ഫ്രാങ്ക്ലിൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാറൊക്കെ കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ച്. അതുകൊണ്ടൊക്കെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ വീട്ടിലെല്ലാം വെച്ചോ. അപ്പോൾ ഗായ്സ് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ രാവിലായി. ഞാൻ ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഉറങ്ങിപ്പോയി. പിന്നെ നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ ആ പോലീസുകാരൊക്കെ ഉണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. എന്താണ് പോലീസുകാർ രമേശേ ഇതൊക്കെ ഇവിടെ നിൽക്കണ്? അതെ, നമുക്ക് ഒരു ഫ്ലൈറ്റ് വേണം. അപ്പോൾ അതിന് ഞങ്ങൾ നോക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് ഈ സാറിന് ഒരു ഫ്ലൈറ്റ് ജെറ്റ് വേണം. അത് സെറ്റാക്കണം. അതാ നിങ്ങളുടെ പ്രശ്നം? അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇതാ നമ്മളെ എയർപോർട്ടിൽ പ്ലാൻ ഇല്ല, അതിന് അടുത്തോണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം നമ്മളെ ഈ രമേശില്ലേ, ഓനക്കൊരു ഫ്ലൈൻ ജെറ്റ് വേണം അത്ര. ചിലപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ കിട്ടാനാവും ഫ്ലൈൻ ജെറ്റൊക്കെ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോവുക. നമ്മളെ ഇന്ത്യ ബേക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലൈൻ ജെറ്റ് ഇവിടെ പോകലുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് ആ ഫ്ലൈൻ ജെറ്റിനെ നമുക്ക് പോയി പിടിക്കണം. അപ്പോൾ നമ്മൾ എയറോപ്ലെയിനൊക്കെ കയറിക്കണു. അപ്പോൾ നമുക്ക് ഇനി മേലേക്ക് പറന്നോക്കാം. എവിടെ ആ ഫ്ലൈൻ ജെറ്റ് ഉള്ളത് നോക്കട്ടെ. ഇവിടെ കാണാമല്ലോ ഫ്ലൈൻ ജെറ്റ്. അതാ ഗൈസ് ആ ഫ്ലൈൻ ജെറ്റ്. അയ്യോ നമുക്കിനി ആ ഫ്ലൈൻ ജെറ്റിനെ എങ്ങനെയും പിടിക്കണം. ഞാനൊന്ന് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേലെ ലാൻഡ് ആക്കട്ടെ. നമ്മൾ ഈ എയർപ്ലെയിനൊക്കെ നമ്മൾ ഇതാക്കി. എവിടെ ഫ്ലൈൻ ജെറ്റ്? അതാ ഗൈസ്, നമുക്ക് ആ ഫ്ലൈൻ ജെറ്റിനെ വെടിവെച്ച് ഇതാക്കാം. മാത്രം പറക്കല്ലോ. നമ്മൾ നല്ല ഷൂട്ട് ഉണ്ട് ഗൈസ്. എവിടെ അതിന് കൊള്ളുണ്ട് തോന്നുന്നുണ്ട്. കൊണ്ടു എന്താ പോകണം ഗൈസ്. അയ്യോ അതാ നല്ല വെടിയൊക്കെ ഇടും. തട്ടില്ലേ, കൊള്ളുണ്ട് തോന്നുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇത് വീഴത്ത്? ഗൈസ് അങ്ങനെ ആ ഫ്ലൈൻ ജെറ്റ് നമ്മൾ നിലത്ത് കിട്ടുന്നു. നമുക്ക് ആ ഫ്ലൈൻ ജെറ്റിൽ പോയി കയറണം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈൻ ജെറ്റിൽ കയറിക്കണം. ഇനി ഈ ഫ്ലൈൻ ജെറ്റ് നമുക്ക് ലാൻഡ് ആക്കണം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ ഫ്ലൈൻ ജെറ്റ് ലാൻഡാക്കി. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അടുത്ത സാധനം എന്താണ് വേണ്ടതെന്നൊക്കെ നോക്കി നോക്കണം. അടുത്ത മിലിറ്ററിക്ക് എന്താ ആവശ്യമുള്ളത്. ഇപ്പോൾ ഗൈസ് അടുത്തതായി മിലിറ്ററിക്ക് വേണ്ടത് ആർമി ട്രക്കാണ്. അപ്പോൾ ഒരു അടിപൊളി ആർമി ട്രക്ക് തന്നെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഈ ആർമി ട്രക്കിനെ പോയി എടുക്കാം ഗൈസ്. ഈ ആർമി ട്രക്കിനെ എടുക്കണമെങ്കിൽ ഒരു റൈഡ് ഉണ്ട്. ആ റൈഡ്
ചെയ്താലുള്ളൂ നമുക്ക് ഈ ആർമി ട്രക്ക് എടുക്കാം. അപ്പൊ നമുക്ക് പോവാണ് ഗായ്സ്. നമ്മൾ ഈ കാറിലാണ് റൈഡിന് പോണത്. നല്ല ടഫുള്ള ഒരു റൈഡാണ് ഇത്. അപ്പൊ നമ്മള് ഇനി പോയിട്ട് വരാം ഗായ്സ്. അങ്ങനെ നമുക്ക് ആ ആർമി ട്രക്കും കിട്ടി. ഇതാ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ആർമി ട്രക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇനി ഈ ആർമി ട്രക്കായിട്ട് പോവാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി ആർമി ട്രക്ക്. ഇനി നമ്മൾ പോവാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു മിലിറ്ററി ടാങ്കാണ്. അപ്പോൾ ഈ മിലിറ്ററി ടാങ്ക് ഉള്ളത് നമ്മളെ ഷോറൂമില്ലേ, അവിടെയാണ് മിലിറ്ററി ടാങ്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഷോറൂമിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് അങ്ങനെ മിലിറ്ററി ടാങ്ക് കിട്ടി ഗായ്സ്. ഇത് ഒരു അടിപൊളി ഒരു മിലിറ്ററി ടാങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവസാനമായി വേണ്ടത് മിലിറ്ററി ടാങ്കാണ്. ബാക്കിയുള്ള എല്ലാതും നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ ഈ മിലിറ്ററി ടാങ്ക് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അതിന് മുന്നേ നമുക്ക് ഈ മിലിറ്ററി ടാങ്ക് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ല അടിപൊളിയായി ഉണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം ഗായ്സ്. അങ്ങനെ ഒടുവിൽ നമ്മളുടെ വീട് ഒരു മിലിറ്ററി ഹൗസ് തന്നെ ആയിരിക്കുന്നു. ഇതാ നമ്മുടെ മിലിറ്ററി കാറും മിലിറ്ററി ട്രക്കും മിലിറ്ററി ടാങ്കും എല്ലാതും ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ആ ഫയർ ജെറ്റ് അടക്കം. അപ്പോൾ നമ്മൾ ഇനി ഈ പോവാണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട പിന്നെ തീർച്ചയായും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്ക് നിൽക്കുകയാണെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ എളുപ്പം എത്തുന്നതായിരിക്കും ഗായ്സ്.